ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്. മിന്നുന്ന നക്ഷത്രങ്ങളും മനോഹരമായി തിളങ്ങുന്ന ചന്ദ്രനും. എന്നാൽ നക്ഷത്രങ്ങൾ അങ്ങനെയല്ലെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. അടുത്തെത്തുമ്പോൾ മിന്നിത്തിളങ്ങുകയോ ചന്ദ്രനെ പോലെ മനോഹരമായി കാണപ്പെടുകയോ ഇല്ല. നിങ്ങൾ കാണുന്നതിനെ വിശ്വസിക്കരുത്. ഉപ്പ് പോലും പഞ്ചസാര പോലെയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. നമസ്കാരം, എല്ലാവർക്കും മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. മറ്റുള്ളവരുടെ ആരാധനാപാത്രമായവർക്ക് ആവശ്യം വേണ്ട ഒരു ഗുണമാണ് ധർമ്മബോധം, ഇൻറ്റഗ്രിറ്റി. ഒരാൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ ആരാധന നേടുമ്പോൾ അവരെ അവരുടെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. അവിടെ സ്ഥലം പിടിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വിശേഷമാണ് അവിടെ നിലനിൽക്കുക എന്നത്. ഹൃദയത്തിലെ പീഠത്തിൽ നിന്നും വീണുടയുമ്പോൾ അതിൽ തകരുന്നത് വിഗ്രഹങ്ങൾ മാത്രമല്ല, അവയെ പ്രതിഷ്ഠിച്ച ഹൃദയങ്ങൾ കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഏറെ തിളക്കമുള്ള കോഹിനൂർ രത്നം പോലെ നമ്മൾ കരുതി മനസ്സിൽ സൂക്ഷിച്ച ഒട്ടും തിളക്കമില്ലാത്ത മലയാള സിനിമയിലെ താരങ്ങളെക്കുറിച്ചാണ്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേടുന്ന വിവേചനവും ചൂഷണവും വിശദമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം. വഴങ്ങാത്തവർക്ക് അവസരങ്ങളില്ല. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു. ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുണ്ട്. സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട്. പരാതി പറയുന്നവരെ പ്രശ്നക്കാരാക്കി കാണുന്നു. സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ്. മലയാള സിനിമയിൽ ആൺകോയ്മ നിലനിൽക്കുന്നു. സ്ത്രീകൾക്ക് വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു. അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നു. നടിമാർ ജീവഭയം കാരണം തുറന്നു പറയാൻ മടിക്കുന്നു. 2018 മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത്. ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ. രാജ്യത്ത് തന്നെ ആദ്യമായൊരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ആദ്യമായാണ്. 1.5 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത്. രാജ്യത്ത് തന്നെ ആദ്യമായിരുന്നു ഒരു സർക്കാർ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. അത്തരത്തിൽ സ്വാഗതാർഹമായ തീരുമാനമായിരുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. സെൻസിറ്റീവായ വിവരങ്ങളുൾപ്പെടെ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിൽ കൂടി ആ ഭാഗങ്ങൾ ഒഴിവാക്കി ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഇത്രയും കാലമായി പുറത്തു കൊണ്ടുവരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം പോലും സർക്കാർ കാണിച്ചില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. സർക്കാർ പുറത്തുവിടാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയെങ്കിലും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇനി വേണ്ടത് നടപടികളാണ്. സർക്കാർ അതിന് മുതിർന്നില്ല എങ്കിൽ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. നല്ല വാർത്തകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യട്ടെ. ഒരിക്കലും കാലം കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻനിർത്തി നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇല്ല എങ്കിൽ ഇതൊക്കെ കുറച്ചു കാലം ബ്രേക്കിംഗ് ന്യൂസായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞ് മറവിയുടെ ഇരുട്ടിൽ പതുങ്ങി നിന്ന് ഉചിതമായ അവസരം കിട്ടുമ്പോൾ ഒരു കുറ്റബോധവുമില്ലാതെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കും. നമ്മളാകട്ടെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള തത്രപ്പാടിൽ അവയുടെ കോട്ടങ്ങൾ കാണാതെ വീണ്ടും അവയെ തന്നെ വെച്ചാരാധിക്കും. ഇവർ പിന്നെയും ഈ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളെ തൊടാൻ ആരുമില്ലെന്ന ബോധ്യം ആ മേഖലയെ ഇതിലും കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടും. അതിനെ കൊടുക്കാതിരിക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. ഞാൻ കരുതുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പല പേരുകളും ഇനി പുറത്തു വരാൻ തുടങ്ങുന്നതേയുള്ളൂ. ഈ മഴവെള്ളപ്പാച്ചിലിൽ ആരുടെയൊക്കെ താരശോഭയാണ് ഒലിച്ചു പോകാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിഗ്രഹങ്ങൾ ഉടയട്ടെ. വിഗ്രഹങ്ങൾ എറിഞ്ഞുടക്കാൻ കൂടുതൽ പേർക്ക് ധൈര്യമുണ്ടാവട്ടെ. അവകാശ പോരാട്ടങ്ങളുടെ കഥ പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ ചെങ്കൊടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഒരുപാട് അഭിമാന പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ടാവും. ആ കഥകൾ ഓർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ അതോർത്ത് അഭിമാനം കൊള്ളുന്നതിനോടൊപ്പം തന്നെ ഈ സ്ത്രീകളുടെ, മനുഷ്യരുടെ അവകാശ പോരാട്ടത്തിന് ശക്തി പകരാൻ ഇടതുപക്ഷത്തിന് കഴിയേണ്ടതുണ്ട്. പ്രതീക്ഷയുടെ പൊൻകിരണം എന്ന പോലെ ഈ സർക്കാർ ഇത്തരം പരാതികളുമായി മുന്നോട്ട് പോകാൻ മുതിർന്ന 7 IPSകാരുടെ ഒരു സംഘം രൂപീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 4 പേർ വനിതാ ഉദ്യോഗസ്ഥരാണ്. കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയും വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.